ഋഷി ഇവിടെ നിൽക്കണം എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നില്ല. ഋഷിയും ഋഷിയുടെ മമ്മിയും എന്റെ പപ്പയും മമ്മിയുടെ അടുത്ത് തീരുമാനമായിരുന്നു. ഇപ്പൊ പ്രൊഡക്ഷന്റെ കാര്യങ്ങളും കമ്പനിയുടെ കാര്യങ്ങളും നീ ഏറ്റെടുത്തു, അതെല്ലാം ഓക്കെ. പക്ഷെ ഇപ്പൊ ഋഷി ഏറ്റെടുത്തേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ രമേശ് കൃഷ്ണയും എന്റെ പപ്പയും എല്ലാം കൂടി ഏൽപ്പിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങള്, അതേത് കാര്യമായാലും എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല നീക്കല്ല ഋഷി, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇവിടുന്ന് പോകേണ്ടി കൂടി വരുന്നത്. അതെ ആണ് പല്ലവി, പക്ഷെ ഇതെന്റെ തീരുമാനം മാത്രമല്ല, നിന്റെ പപ്പയുടെ നിന്റെ മമ്മിയുടെയും കൂടെ തീരുമാനമാണ്. ഓക്കെ, എനിക്ക് സന്തോഷമുള്ളൂ. പല്ലവി, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇവിടെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയല്ലേ, ഇത് പാതി വഴിക്ക് നിർത്തി വെച്ചിട്ട് പോണെന്നാണോ നീ പറയുന്നത്? അപ്പൊ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ഋഷിക്ക് ഇവിടുത്തെ ഭരണം നടത്തണം. ഞാൻ ഒന്നും ഇടപെടരുത്, ചോദ്യം ചെയ്യരുത്, അതല്ലേ ആവശ്യം? പല്ലവി, നീ ആഗ്രഹിക്കുന്ന പോലെ മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ഫാമിലി ലൈഫ് ആകുമ്പോൾ എല്ലാം ഉണ്ടാവും. വാശിയും വൈരാഗവും എനിക്ക് മാത്രമല്ല, നിനക്കും നിന്റെ പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും ഉണ്ട്. പല്ലവി, നമ്മുടെ തറവാടും നമ്മുടെ ഫാമിലി നമ്മുടെ ബിസിനസ്സും ഒരു സൊസൈറ്റി മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ആ പേരില്ലാതാക്കുന്ന ഏത് കാര്യമായാലും നമ്മൾ തോറ്റു കൊടുക്കണമെന്നാണോ പല്ലവി പറയുന്നത്? ഈ KGSനെ പറ്റി നിനക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഈ ലോകം മുഴുവൻ വാർത്തകൾ സൃഷ്ടിച്ച മാധ്യമ ഭീകരനാണ് അയാൾ. ആ ഭീകരന്റെ ഇപ്പോഴത്തെ കീപ്പാരാ? നിന്റെ ചിറ്റപ്പന്റെ പഴയ ഭാര്യ ആൻസി വർഗീസ്. ഇപ്പൊ അവരൊരുമിച്ചിരിക്കുക നമുക്കെതിരെ. അപ്പോ ഞാൻ കൈകെട്ടി നിൽക്കണമെന്നാണ് ഈ പറയുന്നത്? ഋഷിക്ക് ഋഷിയുടെ വീട്ടിൽ പോവാം, ഞാൻ ഇവിടെ തന്നെ കാണും. വേണ്ട ഋഷിക്ക് ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ പല്ലവിക്കോട് ഉറച്ച തീരുമാനം, അതിൽ താഴോട്ടൊന്നും പല്ലവി ചിന്തിക്കില്ല.